Hello Makkals, our name is here. അപ്പോൾ നമ്മൾ 7th chapter ബേസിക് സയൻസിന്റെ 7th ചാപ്റ്ററിൽ ആകെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള പോർഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് രക്തപര്യന വ്യവസ്ഥ എന്ന് നിങ്ങളോട് ചോദിക്കും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ബ്ലഡിൻ്റെ മുഴുവനും കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അതായത് ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ അല്ലെങ്കിൽ രക്തപര്യന വ്യവസ്ഥയിൽ ആരൊക്കെയുണ്ട്? ബ്ലഡ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഹാർട്ട് ഉണ്ട് അല്ലേ. രക്തമുണ്ട്, രക്തക്കുഴലുകളുണ്ട്, ഹൃദയമുണ്ട്. ഈ 3 ആൾക്കാരും ചേർന്നാൽ മാത്രമേ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ രക്തപര്യന വ്യവസ്ഥ എന്ന് പൂർണ്ണമാവുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ബ്ലഡിൻ്റെ ഫങ്ഷൻ എന്താണ്? അതായത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാ സെൽസിലേക്കും എത്തിക്കുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് അല്ല ഓക്സിജൻ എല്ലാ സെൽസിലേക്ക് എത്തിക്കുന്നതും അതിന് തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? നമ്മളെ ബ്ലഡാണ്. ഇനി ഈ ബ്ലഡിന് എന്തുകൊണ്ടാണ് റെഡ് കളർ എന്ന് നിങ്ങൾ ആലോചിക്കണം. അതായത് ബ്ലഡിലുള്ള ഒരു പിഗ്മെൻ്റ് ആണ് അതിന് കാരണം. ഏത് പിഗ്മെൻ്റ് ആണ്? യെസ്, ഹീമോഗ്ലോബിൻ ആണ്. ഇംഗ്ലീഷ് നെയിമും മലയാളം വേർഡൊക്കെ സെയിം ആണ് കേട്ടോ, ഹീമോഗ്ലോബിൻ ആണ്. അപ്പോൾ ബ്ലഡിലുള്ള ഒരു പിഗ്മെൻ്റ് ആണ് ഹീമോഗ്ലോബിൻ. അതുകൊണ്ട് തന്നെ ബ്ലഡിൻ്റെ എന്താണോ ഫങ്ഷൻ അത് തന്നെയാണ് ഹീമോഗ്ലോബിൻ ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. റോൾ ഫോഴ്സ് ആയിട്ടൊക്കെ ചോദിക്കാം. ബ്ലഡ് ചെയ്യുന്ന ഫങ്ഷൻ എന്താ? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇത് തന്നെയാണ് ഹീമോഗ്ലോബിൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ബ്ലഡിലുള്ള ഒരു പിഗ്മെൻ്റ് ആണ് ഹീമോഗ്ലോബിൻ, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നിങ്ങൾ പഠിക്കേണ്ട കാര്യം നമുക്ക് 4 ടൈപ്സ് ഓഫ് മേജർ കമ്പോണൻസ്, അതായത് 4 ടൈപ്പ് കമ്പോണൻസ് നമുക്ക് എന്തുണ്ട്? നമ്മളെ ബ്ലഡിലുണ്ട്. ഓക്കെ, വാട്ട് ആർ ദ മേജർ കമ്പോണൻസ് ഇൻ ദ ബ്ലഡ് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയേണ്ടതാണ് ഒന്നാമത്തെയാണ് പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, WBC, RBC. അതായത് പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ് വെളുത്ത രക്താണുക്കൾ, അതുപോലെ തന്നെ ചുവന്ന രക്താണുക്കൾ. ഓക്കെ, ഇനി നിങ്ങൾ ഇത് രണ്ടും പഠിക്കണം. നോട്ട് ചെയ്ത് വെച്ചോളൂ. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ദ ലിക്വിഡ് പാർട്ട് ഓഫ് ബ്ലഡ് ആണ്. അതായത് ബ്ലഡിലുള്ള ദ്രാവക ഭാഗത്തിനെയാണ് നമ്മൾ പ്ലാസ്മ എന്ന് പറയുന്നത്. ഈ ദ്രാവക ഭാഗം ഒരു പെയിൽ യെല്ലോ അല്ലെങ്കിൽ ഇളം മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുക. അതുപോലെ തന്നെ ഗ്ലൂക്കോസ് നമ്മളെ സെല്ലിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മളെ പ്ലാസ്മയാണ്. പിന്നെയോ രണ്ടാമത്തെ ആളാണ് പ്ലേറ്റ്ലെറ്റ്. ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് കട്ട പിടിക്കാൻ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ്ങിനാണ് നമ്മളെ പ്ലേറ്റ്ലെറ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ വേറൊരു ക്വസ്റ്റ്യൻ വരാം. നമ്മളെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ഏതാണ്? നിങ്ങൾ ഓർമ്മിക്കണം, വൈറ്റമിൻ K ആണ്. ഓക്കെ, ഇത് രണ്ടും കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യം WBCയും RBC ആണ്. ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന പോയിന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇത് കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇവിടെ നോക്കിക്കോ, നോ ഡെഫിനിറ്റ് ഷേപ്പ്, അതായത് കൃത്യമായ ഒരു ആകൃതി ആയിരിക്കില്ല WBCക്ക് അല്ലെങ്കിൽ വെളുത്ത രക്താണുക്കൾക്കില്ല. പക്ഷെ നമുക്ക് RBCക്ക് ഒരു ഷേപ്പ് ഉണ്ട്, ഡിസ്ക് ഷേപ്പ്ഡ് ആണ്. പിന്നെയോ ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്, അതായത് നമ്മൾ WBCക്ക് മർമ്മമുണ്ട്, പക്ഷേ ഈ ഒരു RBCക്കോ മർമ്മമില്ല. ഓക്കെ, പിന്നെ ഡിസ്ട്രോയ് പാത്തജൻസ്, അതായത് നമ്മൾ രോഗാണുക്കളൊക്കെ നശിപ്പിക്കാൻ ആരാ ഹെൽപ്പ് ചെയ്യുന്നത്? WBC ആണ്. ഓക്കെ, ബട്ട് RBCയിൽ നിങ്ങൾ നോക്കിക്കോ, കണ്ടെയ്ൻ ഹീമോഗ്ലോബിൻ. എന്തുകൊണ്ടാണ് ഹീമോഗ്ലോബിൻ കണ്ടെയ്ൻ ചെയ്യുന്നതെന്ന് പറഞ്ഞത്? റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് തന്നെ ഹീമോഗ്ലോബിൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം കണ്ടെയ്ൻ ഹീമോഗ്ലോബിൻ. നമ്മളെ ഹീമോഗ്ലോബിൻ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് താഴെ എഴുതാം ഹീമോഗ്ലോബിൻ്റെ ഫങ്ഷൻ എന്താണ്? യെസ്, ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, ഇത് ഇത്ര മാത്രം കണക്ട് ചെയ്ത് പഠിക്കാനേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിരിക്കും. ഓക്കെ, അടുത്ത് നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ അല്ലേ, അതെങ്ങനെയാണ് നടക്കുന്നത്? നിങ്ങളിവിടെ 3 ആൾക്കാരെ പഠിക്കണം. ആർട്ടറീസ്, വീൻസ് ആൻഡ് കാപ്പിലറീസ്. അതായത് ധമനികൾ, സിരകൾ ആൻഡ് ലോമികകൾ അല്ലെങ്കിൽ കാപ്പിലറീസ് എന്ന് പറയാം. മിസ് ഇവിടെ ബോക്സിലാക്കി വെച്ച സാധനങ്ങളാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആർട്ടറി അല്ലെങ്കിൽ ധമനി എന്താ? അതിൻ്റെ ഫങ്ഷൻ എന്താ? യെസ്, നമ്മളെ ബ്ലഡ് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ഫ്രം ദ ഹേർട്ട് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി, അതായത് ഹേർട്ടിൽ നിന്ന് ബാക്കിയുള്ള പാർട്സിലേക്ക് ഉണ്ടോ, ഹൃദയത്തിൽ നിന്ന് ബാക്കിയുള്ള പാർട്സിലേക്ക് കൊടുക്കുന്ന ആളാണ് ധമനി അല്ലെങ്കിൽ നമുക്ക് ആർട്ടറി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ സിരകൾ നേരെ തിരിച്ചാക്കും ഹൃദയത്തിലേക്ക്, ടു ദ ഹേർട്ടാണ്, ഹൃദയത്തിലേക്കാണ് സിരകൾ. നോക്കിക്കോ, വീൻസ് ടു ദ ഹേർട്ടാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് കാപ്പിലറീസ് അല്ലെങ്കിൽ ലോമികകളാണ് ബാക്കിയുള്ളത്. ഇതിൻ്റെ ഹെൽപ്പ് എന്താണെന്നറിയോ? ഒന്നുമില്ല, ഈ ആർട്ടറിയെയും ഈ വീനിനെയും, അതായത് ധമനിയെയും സിരകളെയും കണക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ ബ്ലഡ് വെസൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ രക്തലോമികളാണ് ശരിക്കും കാപ്പിലറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 2 വാക്കാണ് ഓർമ്മിക്കേണ്ടത്. ആർട്ടറീസ് ആണെങ്കിൽ ഫ്രം ദ ഹേർട്ടാണ്, അതായത് ധമനി ആണെങ്കിൽ ഹൃദയത്തിൽ നിന്നാണ്. അത് കഴിഞ്ഞാൽ വീൻസ് ആണെങ്കിൽ ടു ദ ഹേർട്ടാണ്, അതായത് മക്കളെ സിരകളാണെങ്കിൽ ഹൃദയത്തിലേക്കാണ്. മൂന്നാമത് വളരെ സിമ്പിളാണ്. ഈ സിരകളെയും ധമനിയെയും, അതായത് ആർട്ടറീസിനും വീനിനും
കണക്ട് ചെയ്യുന്ന ഒരു നേർത്ത രക്തക്കുഴൽ അല്ലെങ്കിൽ ബ്ലഡ് വെസലാണ് എന്ത് യെസ് നമ്മളെ കാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ എപ്പോഴാണ് വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ എന്ന് ഓർമ്മിക്കുക? ജൂൺ 14 ഇനി നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഒരു നമുക്ക് വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേക്ക് പറ്റിയ ഒരു പോസ്റ്ററൊക്കെ ചിലപ്പം ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്തോളുക, ജസ്റ്റ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളുക. ഓക്കെ, നമ്മുടെ ചെറിയ സഹായം മറ്റൊരാൾക്ക് വലിയ ജീവൻ. യുവർ സ്മോൾ ആക്ട് ക്യാൻ ഗിവ് സമ്മൺ എ ന്യൂ ലൈഫ്. ഇവിടെ നിങ്ങൾ പിക്ചേഴ്സും ഒക്കെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ മാത്രമേ ഒരു പോസ്റ്റർ പൂർത്തിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ അടിപൊളി ക്ലാസ്സിനായി നമ്മൾ എജുപോർട്ട് ലാബിൽ വരിക. ഇതിനു വേണ്ടി നിങ്ങൾ ഈ ഒരു ചെറിയ പ്രൈസ് മാത്രമേ ചിലവാക്കേണ്ടേ ഉള്ളൂ. എങ്ങനെയാണ് ജോയിൻ ചെയ്യാമെന്ന് മിസ് പറഞ്ഞുതരാം. താഴെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളെ ഈ ഒരു ബൂസ്റ്റർ ബാച്ചിൻ്റെ ലിങ്ക് കാണാം. ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഫോം ഫില്ല് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ. അതുപോലെ തന്നെ ക്ലാസ് 7 ബാച്ചിൽ, അതായത് ക്ലാസ് 7 വാട്സപ്പ് ഗ്രൂപ്പിൽ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. അതിൽ ജോയിൻ ചെയ്യാത്തവർ വേഗം തന്നെ ജോയിൻ ചെയ്തോളാം. ഇതും താഴെ കാണുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി ബാക്കിയുള്ള വീഡിയോസായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. മിസ് വരുന്നതായിരിക്കും. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ മിസ്സിൻ്റെ പേരും മിസ് നിങ്ങൾ ഇഷ്ടമുള്ള ഏതെങ്കിലും സ്മൈലീസും തരിക കേട്ടോ. ഓക്കെ, ബൈ.